സ്തോത്രം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? വോയിസ് എല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് കർത്താവ് സഹായിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തവരുണ്ട്, ഡ്യൂട്ടിക്കിടയിൽ ജോയിൻ ചെയ്തവരുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ യാത്രക്കിടയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കാണുകയും ഈ നാളുകളിൽ ആത്മാവിനാൽ നിങ്ങളെ നിറച്ച് തൻ്റെ വിലയേറിയ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് നമ്മൾ അന്യഭാഷയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ കൊടുക്കുന്നത്? അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം അന്യഭാഷയെക്കുറിച്ച് നമ്മൾ തുടക്കം ചെറിയ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരുമിച്ച് സംസാരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മൈക്കെല്ലാം മ്യൂട്ടിൽ വെക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുമ്പോൾ എനിക്ക് മ്യൂട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് കഴിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡിവൈസിനെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വീഡിയോ എത്ര ഓണാക്കി വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓഡിയോ മാത്രം ഒന്ന് മ്യൂട്ടിലിടുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലേ, 5 വിധത്തിലാണ് ടങ്സ് ഉള്ളതെന്ന് നമ്മൾ പറയാനായിട്ടിടയായി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞു തന്നതാണ്. എങ്കിലും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് അടുത്ത ഭാഗങ്ങളിലേക്ക് വരാനായിട്ടാണ്. മനുഷ്യരുടെ ഭാഷ, അന്യഭാഷ എന്ന് പറയുമ്പോൾ കേവലം ഒരൊറ്റ കാര്യം കൊണ്ട് ഒരു ഭാഷ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷ എന്നതിലുപരി അതിനകത്ത് ചില കാറ്റഗറീസ് ഉണ്ടെന്നും ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ച് പഠിച്ചതാണ്. ഞാൻ ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചു. നമുക്ക് മനുഷ്യരുടെ ഭാഷ ഉണ്ടെന്ന് പറഞ്ഞു. മനുഷ്യരുടെ ഭാഷ, 2 ദൂതന്മാരുടെ ഭാഷ, ഈ 2 കാര്യങ്ങളും നമ്മൾ പറയാനായിട്ടിടയായി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? അടുത്ത ഭാഗത്തിൽ നമ്മൾ എന്ത് പറയാനായിട്ടിടയായി? മൂന്നാമത്, സ്വർഗത്തിൽ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സ്വർഗത്തിൽ മറ്റൊരു ഭാഷ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞതൊന്നും കൂടാതെ ഓരോ സ്വർഗീയ തലങ്ങളിലും വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ 4മതായി നമ്മൾ പറഞ്ഞു, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ ഉപയോഗിച്ച് ദൈവത്തോട് സംസാരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന മറ്റൊരു ഭാഷയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 5മതായി നമ്മൾ പറഞ്ഞത്, ദൈവം മനുഷ്യരോട് ഡയറക്റ്റ് സംസാരിക്കുവാനായിട്ട് ഒരു ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തിന് എത്ര ഭാഷ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായി കഴിയും. നമ്മുടെ ഒരു ഫേസ്, വളരെ ചെറിയൊരു ഫേസിനകത്ത് ഇത്രയും മാറ്റങ്ങൾ വരുത്തി, അല്ലേ? ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തി ഇല്ല. ദൈവത്തിന് നമ്മളെ അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഒരു ഭാഷ, എത്ര ഭാഷ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, ഒരിക്കലും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ 5 വിധ ഭാഷകൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അന്യഭാഷയെക്കുറിച്ചുള്ള 11 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ നിങ്ങൾ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് പഠിക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. എഴുതാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ മുമ്പൊക്കെ വചനം കേൾക്കുന്ന സമയത്ത് എല്ലാം എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. നിങ്ങളുടെ ഇഷ്ടമാണ്. എഴുതി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എഴുതി വെക്കാം. കാരണം നിങ്ങളെല്ലാവരും ഇനി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായി മാറാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു അനോയിന്റിങ് ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ 2, 1 കൊരിന്ത്യർ അതിൻ്റെ 2, 7, 8, 9 അങ്ങോട്ട് തുടങ്ങിയ വാക്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ.
അപ്പോൾ അവിടെ പറയുവാണ്, താങ്ക് യു ലോർഡ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മിസ്റ്ററിയായി പറയുന്നത്. ഞാനവിടെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് വേറൊരു കളറിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് കാണാൻ കഴിയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ആ ബ്ലൂ കളറിൽ ഞാൻ മാറ്റി കൊടുക്കാൻ കാരണം നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം മിസ്റ്ററി ആയിട്ട് പൗലോസ് പറയുന്നതാണ്. അപ്പോൾ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരുന്ന ജ്ഞാനമായ ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്യഭാഷ പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മിസ്റ്ററീസ് എൻ്റെ ഉള്ളിലേക്ക് ധാരാളമായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അന്യഭാഷയിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ഇറങ്ങി വരാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അടുത്ത കാര്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, അതിൻ്റെ 8-9 വാക്യങ്ങളാണ്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുവാണ്, നമുക്കെല്ലാം അറിയാമെന്നുള്ള വാക്യമാണ്, നമ്മളെപ്പോഴും ഇത് പറയാറുള്ളതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുമ്പോഴും പറയാറുള്ളതാണ്, നമുക്കറിയാവുന്ന വാക്യമാണ്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹിക്കുന്നത് ഒരുക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായി കഴിയുമോ? 10-ാം വാക്യത്തിൽ പറയുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പദ്ധതികൾ നമ്മുടെ ആത്മാവിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് നിറയാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് മറ്റ് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ആർക്കും അറിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മമനുഷ്യനിലേക്ക് ദൈവം അത് പകർന്നു തരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. 3-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ 11 കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് 12, 13, 14 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം അന്യഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുന്നു. അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും അറിയാനായി കഴിയില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക്, നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന് അത് വെളിപ്പെടുത്തി തരാനായിട്ട് കഴിയുന്നു. അടുത്ത കാര്യം, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ദൈവത്തിൻ്റെ ആഴങ്ങളെ, നിങ്ങൾക്കത് മനസ്സിലായോ? ദൈവത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഞാനത് പേന വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നും. ഇപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇത്രയും പോയിന്റ് നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. ഒത്തിരി പേർക്ക് ആഗ്രഹമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കർത്താവേ അങ്ങ് ആരാണ്, എന്താണ്, എന്തൊക്കെയാണ് അങ്ങയുടെ ഹൃദയം, ഇതൊക്കെ അറിയാനായിട്ട്. നിങ്ങൾ ടങ്സിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി കഴിയും. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുവാണ്. ഹല്ലേലൂയ. 11-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നു, മനുഷ്യരിലുള്ളത് മനുഷ്യാത്മാവ് അറിയുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും, മനുഷ്യാത്മാവ്, 2 ദൈവാത്മാവ്. 12-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തിൻ്റെ ആത്മാവ്. അപ്പോൾ 3 ആത്മാവിനെ പറ്റി നമ്മളിവിടെ കണ്ടു. അപ്പോൾ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ
അടുത്ത പോയിന്റ്, അന്യഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ ദൈവത്തിലുള്ളത് നമുക്ക് മനസ്സിലാകുന്നു, ലോകത്തിലുള്ളതല്ല. ലോകത്തിൻ്റെ ആത്മാവുള്ളവന് ലോകത്തിലുള്ളത് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തിലുള്ളത് ദൈവാത്മാവുള്ള നമുക്ക് മനസ്സിലാകുന്നു. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ ദൈവത്തിലുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്രഹിക്കാനായിട്ട് ഓരോ ദൈവ പൈതലിനും കഴിയുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, മനുഷ്യൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവ് പ്ലസ് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യരിലുള്ള എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവ് പ്ലസ് ദൈവത്തിൻ്റെ ആത്മാവാണ് ന്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ പുതിയ സൃഷ്ടി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും ദൈവവും, മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടിച്ചേർന്ന ആ പുതിയ സൃഷ്ടിക്ക് ദൈവത്തിലുള്ളതും മനുഷ്യനിലുള്ളതും എല്ലാം അറിയാമെങ്കിൽ അവനാൽ അസാധ്യമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഹല്ലേലൂയ. അതുകൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിലുള്ളത് മനസ്സിലാക്കാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ലോകത്തിലുള്ള ഒരു ആത്മാവിനെ, ലോകത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ലോകത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനായിരിക്കും ആ വ്യക്തി താല്പര്യപ്പെടുന്നത്. എന്നാൽ ദൈവത്തിലുള്ള ആത്മാവിനെ പ്രാപിച്ച ആൾ ദൈവത്തിൽ നിന്നും ദൈവിക മർമ്മങ്ങളും ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ പദ്ധതികളും ഗ്രഹിക്കുകയും അത് സംസാരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിലുള്ളത് ഗ്രഹിക്കാനായിട്ട് നമ്മളെ ആര് സഹായിക്കുന്നു? പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അധികമായി സംഭവിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഇവിടെ കാണുന്നു, മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, പൗലോസ് പറയാണ് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ. അപ്പോൾ ആത്മാവിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവ് ഉപദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ ഉപദേശം ലഭിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പോയിന്റായിട്ട് നിങ്ങൾ അതുകൂടി എഴുതുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സകലത്തെയും വിവേചിക്കാനായിട്ട് കഴിയുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ലോകത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയും ദൈവത്തിൽ നിന്നുള്ളത് ഏത്, ലോകത്തിൽ നിന്നുള്ളത് ഏത്, നല്ലതേത്, തീയതേത്, ഇങ്ങനെയെല്ലാം വിവേചിക്കുവാനായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികളെക്കാൾ അധികം കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കാര്യം, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ. 16-ാം വാക്യം, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ കഴിയുന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തിയും എത്രത്തോളം അന്യഭാഷയിൽ സംസാരിക്കുമോ അത്രത്തോളം നാം ദൈവത്തോട് സംസാരിക്കുന്നതാകയാൽ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുകയാകയാൽ അധികം നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറും. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ. 1 കൊരിന്ത്യർ 14:2 പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അപ്പോൾ അടുത്ത കാര്യം എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ഇത് ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിലെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന ഭാഷ ദൈവവും നമ്മളും മാത്രമായി സംസാരിക്കുന്ന പേഴ്സണൽ ലാംഗ്വേജ് ആണ്. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിലുള്ള ഒരു ലാംഗ്വേജ് സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ? തീർച്ചയായും മനസ്സിലാവും. ഹല്ലേലൂയ. അന്ന് അതാണ് പെന്തക്കോസ്ത് നാളിൽ അവിടെ സംഭവിച്ചത്. പക്ഷെ ഈ ഒരു ഭാഷ എന്ന് പൗലൂസ് പറയുന്ന ഈ ഭാഷ ദൈവവും മനുഷ്യനും കൂടി സംസാരിക്കുന്ന പ്രത്യേക ഭാഷയാണ്. ഞാൻ 5-ാമത്തെ തരം പറഞ്ഞല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുമ്പോൾ ദൈവത്തിന് മാത്രമായും നമുക്ക് മാത്രമായും പേഴ്സണലായിട്ടുള്ള ഒരു ലാംഗ്വേജ് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അടുത്ത കാര്യം, അടുത്ത 3-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചനപരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീക വർധനവ്, പ്രബോധനം, ആശ്വാസം എന്നിവയ്ക്കായിട്ട് ആ വ്യക്തി മനുഷ്യരോട് സംസാരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി പറഞ്ഞു വരുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്കതിൽ മനസ്സിലാവും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കുന്ന ആള് നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തുകയാണ്. സ്പിരിച്വൽ തലത്തില് നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രവചിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനവന് തന്നെ ആത്മീക വർധനവ് വരുത്തുകയാണെങ്കിൽ പ്രവചനപരമുള്ള ഒരു വ്യക്തി സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു, സഭയെ വളരാനായിട്ട് സഹായിക്കുന്നു. തന്നെത്താൻ വളരാൻ അന്യഭാഷ അപ്പോൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ടങ്സിൽ സംസാരിക്കുന്ന ആള് എഡിഫൈസ് ദംസെൽഫ്സ് എന്ന് അവിടെ കാണാനായിട്ട് കഴിയും. utter mysteries by the spirit, does not speak to people but to God തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ കാണാനോ കഴിയില്ല. മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. അടുത്ത ഒരു വാക്യത്തിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുവാണ് എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണം, വിശേഷാൽ പ്രവചിക്കണം. അപ്പോൾ ഒരു പുതിയ നിയമസഭയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷകളിൽ എല്ലാവരും സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് പലർക്കും പേടിയായി ഈ അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട്. സംസാരിക്കരുത് സഭയിൽ എന്നൊക്കെയാണ് പറയുന്നത്. അതിന് തൊട്ട് താഴെ വാക്യമുണ്ട്. ഞാൻ ഇന്നെല്ലാം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനവ് ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാതെ അന്യഭാഷ സഭയിൽ സംസാരിക്കരുത് അങ്ങനെ പറയാനല്ല. എന്തുകൊണ്ട്, ഏത് വ്യവസ്ഥയിൽ, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒത്തിരി പേർ എന്നോട് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇട്ടപ്പോൾ സംശയം ചോദിച്ചു, സിസ്റ്ററെ അന്യഭാഷ സംസാരിക്കരുതെന്നാണല്ലോ ഞങ്ങളുടെ സഭയിൽ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ബൈബിൾ പറയുന്നത്, എന്തുകൊണ്ടാണ്? അതെല്ലാം ഞാനിപ്പോൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പോൾ അന്യഭാഷ പ്ലസ് വ്യാഖ്യാനം ഈക്വൽ ടു പ്രവചനം. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ എഴുതാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അപ്പോൾ അന്യഭാഷ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. എഴുതാൻ പറ്റുമോ എന്ന് നോക്കുവാണ് ഞാൻ. ഇവിടെ നിങ്ങളത് മനസ്സിലാക്കുക. അന്യഭാഷ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ അന്യഭാഷ പ്ലസ് വ്യാഖ്യാനം അത് ഈക്വൽ ടു പ്രവചനം. നിങ്ങൾക്കത് മനസ്സിലായോ? അന്യഭാഷ പ്ലസ് ഒരു പ്ലസ് ഇടാം, പറ്റുകയാണോ എന്ന് എനിക്കറിയില്ല, പ്ലസ് വ്യാഖ്യാനം ഈക്വൽ ടു പ്രവചനം. അപ്പോൾ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങൾ പ്രവചിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവാൻ അങ്ങനെ വരച്ചത് കേട്ടോ. അപ്പോൾ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാൽ പ്രവചിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അന്യഭാഷ വ്യാഖ്യാനിക്കുന്നവൻ ഈക്വൽ ടു പ്രവാചകൻ. അപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ് പ്രവാചകൻ അവിടെ വലിയവനാകുന്നത്. അല്ലെങ്കിൽ അവനാണ് വലിയവൻ, അല്ലെങ്കിൽ ഈക്വലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്യഭാഷയുള്ള ഒരു വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനവ് ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് റഥോറഗൽ സീമാന ഹർദോ ബലഹത് മീന ഹൽസരെ, മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരണമെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് പറഞ്ഞാലേ പറ്റൂ അല്ലേ. അപ്പോൾ അന്യഭാഷയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ പ്രവചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പേര് വിളിക്കുന്നു, അഡ്രസ്സ് വിളിക്കുന്നു, രോഗസൗഖ്യം പറയുന്നു, ഇന്ന കാര്യങ്ങൾ പറയുന്നു, അതുമാത്രമല്ല പ്രവചനം. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് എല്ലാം അറിയിക്കുന്നതാണ് ഒരു പ്രവാചകൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പേര് വിളിക്കുക എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അഡ്രസ്സ് വിളിക്കുക എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആ സെക്ഷനിലുള്ള കാര്യമാണ്. ഞാൻ കൃപാവരങ്ങളുടെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അത് പഠിപ്പിച്ചിരുന്നു. നിങ്ങളതൊക്കെ മറന്നുപോയിട്ടുണ്ടായിരിക്കും. വീണ്ടും ഞാൻ എന്നാൽ കഴിയുന്ന പോലെ എല്ലാം പറഞ്ഞു തരുന്നതാണ്. കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്നതെല്ലാം എത്ര പ്രാവശ്യം പറയുന്നതിന് എനിക്ക് മടിയില്ല. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയാൻ സന്തോഷമാണ് എനിക്ക്. കാരണം അതിനകത്ത് എനിക്കൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അന്യഭാഷകൾ സംസാരിക്കുന്നവൻ പ്ലസ് വ്യാഖ്യാനിക്കുന്നവൻ ഈക്വൽ ടു പ്രവാചകന് തുല്യമാണ്. ഞാനിവിടെ ഇരുന്ന് സഭയിലോട്ട്, ഇതൊരു സഭയാണല്ലോ അല്ലേ, കർത്താവിൻ്റെ ശരീരമാണ്, വന്നിരുന്ന് ആദ്യം ഇരിക്കുന്നത് തുടങ്ങി പോകുന്നവരെ അന്യഭാഷയിൽ പറഞ്ഞിട്ട് എല്ലാം മനസ്സിലായല്ലോ, ആമേൻ, സ്തോത്രം, ആശീർവാദം എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കത് വ്യാഖ്യാനിച്ച് പറയാനായി കഴിഞ്ഞാലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കാൻ എന്ത് ചെയ്യണം? ഞാനത് കളർ മാറ്റിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാണ്. വ്യാഖ്യാനപരത്തിനായി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മളിലൂടെ മറ്റൊരാൾക്ക് ആത്മീക വർധനവ് വരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ അന്യഭാഷയിൽ ഒത്തിരി മിസ്റ്ററീസ് പറയുന്നുണ്ടായിരിക്കാം, പക്ഷേ മറ്റുള്ള ഒരാളിനെ നിങ്ങൾക്ക് ആത്മാവിൽ വളർത്താൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, നമ്മൾ സംസാരിക്കുന്ന അന്യഭാഷ മനസ്സിലാകുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റുള്ള ഒരു വ്യക്തിയെ ആത്മാവിൽ നമുക്ക് വളർത്തണമെങ്കിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ റെവലേഷൻസ് വളരെ ആവശ്യമാണ്. വചനം പറഞ്ഞാൽ വളർത്താൻ പറ്റില്ല, തീർച്ചയായും പറ്റും. പക്ഷേ അതിനേക്കാൾ ഏറെ സ്ട്രോങ് ആണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ഒന്നും കാണാത്തൊരു ഫെയ്ത്ത് എനിക്ക് അന്യഭാഷ പറയുമ്പോൾ, അതിൻ്റെ വ്യാഖ്യാനത്തെ പറ്റി പറയുമ്പോൾ ഒക്കെ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് അനുഭവിച്ചത് കൊണ്ടും വ്യാഖ്യാനപരം ഭയങ്കരമായിട്ട് എല്ലാവരും വ്യാഖ്യാനിക്കാൻ അറിയാമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ സംസാരിക്കുന്നത് ഏകദേശം 75% കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. കുറേ കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ ചില സമയത്ത് എനിക്ക് തന്നെ അറിയാം. കാരണം എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് പറഞ്ഞു തരില്ല. ചിലർക്ക് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ചില വാക്കുകൾ മാത്രമേ മനസ്സിലാവൂ. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമുക്കത് ചോദ്യം ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. ചില വാക്കുകൾ മാത്രം മനസ്സിലാവുന്നവരുണ്ട്, ചില സെൻറ്റൻസ് മനസ്സിലാവുന്നവരുണ്ട്. ഇനി 2-3 ലാംഗ്വേജ് മിക്സ് ചെയ്ത് പറയുകയാണെങ്കിൽ അതുള്ള ഒരു ലാംഗ്വേജ് മനസ്സിലാവുന്നവരുണ്ട്. അതൊക്കെ കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ മെനയുന്നത് അല്ലേ, പാത്രം പോയിട്ട് കുശവനോട് നീ എന്നെ മെനഞ്ഞത് ഇങ്ങനെ മെനഞ്ഞത് എന്തെന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ വ്യാഖ്യാനപരം തന്ന് അനുഗ്രഹിക്കണമേ. എന്തിനാണ് ദൈവം വ്യാഖ്യാനപരം തരുന്നത്? സഭയുടെ ആത്മീക വർധനയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ആത്മീക വർധനയ്ക്ക് ടങ്സ് ഈസ് എനഫ്. പക്ഷേ നിങ്ങൾ കർത്താവിന് സഫലന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം വ്യാഖ്യാനപരം തന്നിരിക്കും. ഹല്ലേലൂയ. ഇത് താഴോട്ട് നമുക്ക് വായിക്കാം. അപ്പോൾ അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് 2 തരത്തിൽ പ്രാർത്ഥിക്കാം. ഒന്ന് ബുദ്ധിയിൽ, 2 ആത്മാവിൽ. ബുദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സമയമെടുക്കും ഒരുപക്ഷെ നമുക്കൊരു കാര്യത്തിൻ്റെ മറുപടി കിട്ടാനൊക്കെ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സമയം ചിലപ്പോൾ എടുത്തേക്കാം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടാനായിട്ട്. എന്നാൽ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ വേഗം മറുപടി വരുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണ്? ആത്മാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. ആ സമയത്ത് എൻ്റെ ബുദ്ധി അഫലമായിരിക്കും. ഹല്ലേലൂയ. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക. ആത്മാവ് കൊണ്ട് പാടുക, ബുദ്ധി കൊണ്ട് പാടുക. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആത്മാവ് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ആത്മാവിൽ നമുക്ക് പാടാനായി കഴിയും. ഞാൻ ഒത്തിരി ഒരു എപ്പിസോഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആത്മാവിൽ പാടുക എന്നുള്ള കാര്യം. ഹല്ലേലൂയ.
അപ്പോൾ ആത്മാവിൽ നമുക്ക് പാടാനും നമുക്ക് കഴിയും. ബുദ്ധിയിൽ നമ്മൾ പാട്ടുകൾ പാടുന്നത് പോലെ തന്നെ സ്വർഗീയമായ ട്യൂണുകളിൽ നമുക്ക് പാടാനായി കഴിയും. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോൾ കാണുന്നില്ല, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ എന്നോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. തനിക്കും ഇതുപോലെ ആത്മാവിൽ ലഭിച്ച പാട്ടുകൾ ഇന്ന് യൂട്യൂബിലുണ്ട്. താൻ എനിക്കത് ഷെയർ ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പോൾ തനിക്കും അതേ അനുഭവമുണ്ട്. സാധിക്കുമെങ്കിൽ ഞാൻ ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ സിസ്റ്ററെ പരിചയപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയുന്ന. അപ്പോൾ നമ്മളെല്ലാവരും സഭയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കയറി സഭയിൽ പോകുന്നത് മുതൽ നിങ്ങൾ തിരിച്ചിറങ്ങുന്നവരേക്കും അന്യഭാഷയിൽ മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പുതിയ ഒരു ആത്മവരമില്ലാത്ത വ്യക്തികൾ കടന്നു വരിക. ആത്മവരമില്ലാത്ത ഒരു വ്യക്തി എനിക്കറിയാം ഈ സഭയിൽ. അപ്പോൾ ഞാനിപ്പോൾ കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പുതിയ വ്യക്തി, അന്യഭാഷയൊന്നും ഇല്ലാത്ത ഒരാൾ വന്ന് കയറുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അടുത്ത ആഴ്ച തൊട്ട് അവർ വരത്തുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെല്ലാം ഒരു സമയം ക്രമീകരിക്കും. എപ്പോഴും അങ്ങ് അന്യഭാഷ പറയുകയില്ല. ആത്മവരമുള്ളവർ കൂടിയിരിക്കുമ്പോൾ നമ്മൾ അന്യഭാഷ പറയാറുണ്ട്. ഹല്ലേലൂയ. ആരാധനയുടെ ഒടുവിൽ ഒരു സമയം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അല്ലാതെ പൊതുവിൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പുതിയ വിശ്വാസികൾ കടന്നു വരുമ്പോൾ എന്ത് പറ്റും? എന്താ നമ്മൾ പറയുന്നതെന്ന് എന്ത് ചെയ്യില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നന്നായി ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കാം, ആത്മാവിൽ മർമ്മങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കാം. പക്ഷെ മറ്റവന് ആത്മീക വർധനവ് വരുന്നില്ല താനും. ആർക്ക്? കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? പുതുതായിട്ട് വന്ന വിശ്വാസി, ജാതിയിൽ നിന്ന് കടന്നു വന്ന വ്യക്തി, ആത്മവരമില്ലാത്ത ആള്. അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആത്മവരമില്ലാത്തവർ നീ പറയുന്നത് തിരിയാതിരിക്കെ എങ്ങനെ അവന് ആത്മീക വർധനവ് വരും? അതാ പല സഭകളിലും ഈ ഒരു മാറ്റർ എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അന്യഭാഷ സംസാരിക്കരുതെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ അന്യഭാഷ സംസാരിക്കരുതെന്ന് പറയുന്ന വ്യക്തികളെക്കുറിച്ച് ഒരു പഠനം നടത്താനായിട്ടിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് പലർക്കും അന്യഭാഷ ഇല്ല. അന്യഭാഷ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വ്യാഖ്യാനപരമില്ല. അതുകൊണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്യഭാഷ ഇല്ല, സഭയിൽ പറയണ്ട, വ്യാഖ്യാനപരം കിട്ടത്തില്ല, അങ്ങനെ ഒരു വരവും ഇല്ല, എല്ലാം കള്ളത്തരോ, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അനുഭവമുള്ളവരാരും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ കള്ളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാനുള്ള എവിഡൻസ് ഉണ്ട്, തെളിവുണ്ട്. കാരണം ഞാൻ അനുഭവിച്ചതാണ്. അനുഭവിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ അതെന്ന് ചോദിച്ചാൽ അറിയാമോ? ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരുവനോട് ഐസ്ക്രീം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? വിശപ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരുവനോട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് വല്ലതും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിലും അന്വേഷിക്കണമെങ്കിലും ദയവായി ഈ വരങ്ങളാൽ നിറഞ്ഞവരോട് ചോദിക്കുക. ഒന്നും അറിയാത്ത വ്യക്തികൾ പലതും പറയും. ഹല്ലേലൂയ. കാരണം അവരെത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുവാണ് അന്യഭാഷ ഇല്ല. അവരെത്ര ശ്രമിച്ചിട്ടും വ്യാഖ്യാനപരം കിട്ടുന്നില്ല. അപ്പോൾ അവർ പറയുകയാണ് വ്യാഖ്യാനപരം തെറ്റാണ്, പറയുന്നതെല്ലാം കള്ളമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുഭവമുള്ള വ്യക്തികളോട് എന്ത് ചെയ്യുക? ചോദിക്കുക, പഠിക്കുക. അപ്പോൾ ഞാൻ അന്യഭാഷ പ്രാപിച്ച സമയത്ത് CSI ചർച്ചിനകത്തായിരിക്കുമ്പോഴാണ് കർത്താവ്, ഞാനത് എൻ്റെ സാക്ഷ്യത്തിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ചത് മുഴുവൻ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരോടാണ്. അവർ പറഞ്ഞു അന്യഭാഷ എന്നൊരു ഭാഷയില്ലെന്ന് പറഞ്ഞു. തകർന്നു പോയി ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഏതാണ്ട് പൊട്ടത്തരമാണെന്നൊക്കെ തോന്നി കുറേ ദിവസം ഞാൻ പറയാതെ നടന്ന സമയമുണ്ട്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും കാര്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അനുഭവമുള്ള വ്യക്തികളോട് ചോദിക്കണം. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററോട് ചോദിക്കാം, അവിടെ ലീഡേഴ്സിനോട് ചോദിക്കാം, നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ അവരൊക്കെ ഇത് അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം. അവരൊരിക്കലും നമ്മളെ തെറ്റിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അറിയാത്ത ഒരു വ്യക്തിയോട് പോയി ചോദിച്ചാൽ അവർക്കൊന്നും പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. അത് അവരുടെ കുറ്റമല്ല, കാരണം അത് അവർ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ നന്നായി അന്യഭാഷ പറയുന്നു. ഇപ്പം ഞാൻ നന്നായി അന്യഭാഷ പറയുന്നു, പക്ഷേ നിങ്ങൾക്കത് വ്യാഖ്യാനിച്ച് തരാതിരുന്നാൽ നിങ്ങൾ എങ്ങനെ ആമേൻ പറയും? സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഇടയ്ക്ക് നിങ്ങൾ പറയാറില്ലേ? ഓരോ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇടപെടുമ്പോൾ ആമേൻ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കത് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഞാൻ മുഴുവനും ഇരുന്ന് അന്യഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സിസ്റ്ററെ അന്യഭാഷ എപ്പോഴും സഭയിൽ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയുന്നത്? അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ അന്യഭാഷ പ്ലസ് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ഒരുവനെ നമുക്ക് എന്ത് ചെയ്യാം? ആത്മീകമായി വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് വ്യാഖ്യാനപരം ഇല്ലെങ്കിൽ
മറ്റേ ആളിന് നമ്മൾ എന്തു പറയുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അയാൾ ഒരുപക്ഷെ ഫെയ്ത്തിൽ നിന്ന് താഴെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തന്നോടും ദൈവത്തോടും സംസാരിക്കണമെന്ന് പൗലോസ് ഒരിടത്ത് പറയാനുള്ള കാര്യം. കാരണം ദൈവവും നമ്മളുമായി സംസാരിക്കുന്ന ഒരു പ്രത്യേക ഭാഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ് നാളിൽ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന സമയത്ത് അവർ വാ തുറന്ന് സംസാരിക്കാതിരുന്നെങ്കിൽ 3000 വരുന്നവർ സ്നാനപ്പെടുമോ? അവര് പ്രസ്താവിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ അവര് പറഞ്ഞത്, അല്ലേ? ദൈവത്തിന്റെ വൻകാര്യങ്ങളാണെന്ന് അവർ പറഞ്ഞത്. അപ്പൊ അവിടെ അവർ അത് സഭയായി തുടങ്ങിയ സമയത്ത് അവരവിടെ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ അവിടെ സംസാരിക്കാതിരുന്നെങ്കിൽ അത്രയും വ്യക്തികൾ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അവിടെ അന്യഭാഷ സംസാരിക്കണമായിരുന്നു. കാരണം അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഇനി ദൈവവും നമ്മളുമായി സംസാരിക്കുന്ന ഒരു പേഴ്സണൽ ലാംഗ്വേജ് നമ്മൾ സഭയിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല, അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ഭാഷ കൊണ്ട് പ്രയോജനമില്ല. അതാ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവും. ഒരിടത്ത് പറയുന്നു സംസാരിക്കണം, മറ്റിടത്ത് പറയുന്നു സംസാരിക്കരുത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തരംതിരിച്ച് അറിയാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. 18-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എല്ലാവരിലും അധികം. 18 ഏറ്റവും ഒടുവിലായിട്ട് കാണുന്ന വാക്യം, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുവാണ്, ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ട് ധാരാളം, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ അധികം ഞാൻ അന്യഭാഷയിലെന്നല്ല, ഭാഷകളിൽ. ഒത്തിരി ലാംഗ്വേജസ് പൗലോസ് സംസാരിക്കുന്നുണ്ട്. പൗലോസിന് എങ്ങനെ അത് മനസ്സിലായി? വ്യാഖ്യാനം അവരവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. സ്തോത്രം. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് വരാം. ഞാൻ ഇതുകൂടി പറയുന്നത് എന്താ സഭയിൽ പറയരുത് എന്ന് വിലക്കുന്നതിൻ്റെ ഒക്കെ കാരണം അതുകൊണ്ട് കേട്ടോ. 23-ാം വാക്യത്തിൽ, സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നെങ്കിൽ, വീണ്ടും പറയുക, ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ. ഈ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ പ്രശ്നം എപ്പോഴാണ് വരുന്നത്? ആത്മവരമില്ലാത്തവർ വരുമ്പോഴാണ്. കൂടിയിരിക്കുന്നവരാരും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ ഇതിനകത്ത് ടങ്സിലെ സെക്ഷൻ വെക്കാറുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതുകൊണ്ട് വെക്കുന്നതാണ്. അങ്ങനത്തെ വെക്കുമ്പോൾ നമ്മൾ അന്യഭാഷയെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ടങ്സ് ഇല്ലാത്തവരെല്ലാം ലെഫ്റ്റായി അവർ പോവും. കാരണം എന്താണ്? അവർക്കിതൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അതാ അവിടുത്തെ പ്രശ്നം. അവർക്ക് ആത്മവരമില്ല. വരമില്ലാത്തവർക്ക് എന്താണെന്ന് അറിയില്ല. അവർ അന്യഭാഷയെക്കുറിച്ച് ഇതുവരെയും പഠിച്ചില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വിശ്വാസികളല്ലാത്തവരും ആത്മവരമില്ലാത്തവരും സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് അന്യഭാഷ കേൾക്കുന്നത് കൺവെൻഷൻ ഗ്രൗണ്ടിലിരിക്കുന്ന സമയത്താണ്. CSI ചർച്ചിൽ പോകുമ്പോഴും കൺവെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഓടിപ്പോവാറുണ്ട് നമ്മൾ. കൺവെൻഷൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ ചില വെള്ള സാരി ഉടുത്ത അമ്മമാരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കും. ഇവർ പറയുന്ന കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവരടുത്തുനിന്ന് വേറൊരിടത്ത് പോയിരിക്കും. കാരണം ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്യഭാഷയെക്കുറിച്ച് അറിയാത്തവർക്ക് അങ്ങനെ തോന്നില്ലേ? തീർച്ചയായും തോന്നും. ഹല്ലേലൂയ. അപ്പോൾ ആത്മവരമില്ലാത്തവരും അവിശ്വാസികളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ്? ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ CSI പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി അന്യഭാഷയെക്കുറിച്ചും അറിയില്ലല്ലോ. ഇവരെല്ലാം പെന്തക്കോസ്ത് വിശ്വാസികളായി അന്യഭാഷ പറയുന്നത്. അപ്പോൾ ഇവരടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ഇവരെന്തുകൊണ്ടൊക്കെ വിളിച്ച് പറയുകയാണ്, ഇവരടുത്തുനിന്ന് മാറി നിൽക്കാം. കാരണം അങ്ങനെയാണ് നമ്മളെ CSIക്ക് അകത്തൊക്കെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം പൈശാചികമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചിട്ട് അവിടെ നിന്ന് മാറും. അപ്പോൾ ഞാൻ മാറിയെങ്കിൽ ഉറപ്പായിട്ടും ഇന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്യഭാഷ പ്ലസ് വ്യാഖ്യാനം പ്രവചനമായി അത് മാറുക. അപ്പോൾ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും പ്രവചിക്കാൻ തുടങ്ങിയാൽ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവം നമ്മളിലൂടെ അവരോട് സംസാരിക്കും. നമ്മൾ സഭയ്ക്കകത്തിരുന്ന് പലപ്പോഴും അന്യഭാഷ പറയുമ്പോൾ പലരോടുള്ള ദൂതായിരിക്കും അത്. പക്ഷേ നമുക്ക് വ്യാഖ്യാനിക്കാൻ അറിയില്ല. ദെൻ എന്തുപയോഗം അതുകൊണ്ടുള്ളത്? അതാ പൗലോസ് ഇവിടെ പറയുന്നത്. പലർക്കുള്ള ദൂതായിരിക്കാം, ഒരുപക്ഷെ മർമ്മങ്ങളായിരിക്കാം, വെളിപ്പാടുകളായിരിക്കാം, ഉപദേശമൊക്കെ ആയിരിക്കാം അന്യഭാഷയിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നത്. പക്ഷെ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കവിടെ ഉപകാരം ഉണ്ടാകുന്നില്ലെന്നാ. കാരണം സഭ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആത്മാവിൽ വളരാനുള്ള ആളാണ്.
അപ്പോൾ അത് വ്യാഖ്യാനിക്കുന്ന ഒരാളുണ്ടെങ്കിലോ, ഇന്ന കാര്യമാണ് ദൈവം പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പുതുതായി കടന്നു വന്ന ആത്മവരമില്ലാത്ത വിശ്വാസിക്ക് അത് മനസ്സിലാവും. അവൻ്റെ ഹൃദയ രഹസ്യങ്ങളായിരിക്കും ഒരുപക്ഷെ ദൈവം എന്ത് ചെയ്യുന്നത്, അന്യഭാഷയിലൂടെ സംസാരിക്കുന്നത്. ആ സമയത്ത് അയ്യോ, നിങ്ങൾ ഈ പറയുന്നതും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം സത്യമോ, ദൈവം ഉണ്ട്, ഇതാ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കാനായിട്ട് ഇടയായിത്തീരും. അതാ അവിടെ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലാതെ അന്യഭാഷ എല്ലാം കൂടി എടുത്ത് കളയണം, സംസാരിക്കരുത്, അങ്ങനെയല്ല. പൗലോസ് പറയുന്നു, ആകയാൽ എന്ത് 26 സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്ത് വേണം? പാട്ടുകൾ വേണം ആത്മാവിലൂടെ. 2 ഉപദേശം വേണം, വെളിപ്പാട് വേണം, അന്യഭാഷ വേണം, ഉണ്ടെന്ന് പറയാം, വ്യാഖ്യാനം വേണം. സകലവും ആത്മീക വർധനയ്ക്കായിട്ട് തീരണം. മനസ്സിലാവുന്നുണ്ട്? സകലവും എന്തിനായി തീരണം? ആത്മീക വർധനയ്ക്ക്. ഇപ്പം ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് മൊത്തം അടിയും പ്രശ്നങ്ങളുമാണ് ഇതിൻ്റെ പേരിൽ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതുന്നത്. പ്രവാചകന്മാർ തമ്മിൽ പ്രവചിക്കാനായിട്ട് മത്സരം. നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ എന്തുമാത്രം വരങ്ങൾ കൊണ്ട് നിറഞ്ഞ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. അന്യഭാഷ പറയാൻ മത്സരം, വ്യാഖ്യാനിക്കാനായിട്ടുള്ള മത്സരം. അപ്പോൾ പൗലോസ് പറയുവാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പീൻ. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? പ്രവചനവരം. ഞാൻ പറഞ്ഞു, അന്യഭാഷ പ്ലസ് വ്യാഖ്യാനമാണെങ്കിൽ അത് പ്രവചനമായി. ഹല്ലേലൂയ. താഴെ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുതുന്ന. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കണമെന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത്? വിലക്കരുതുന്ന. പക്ഷെ ഇന്ന് വിലക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരാനായിട്ട് കാര്യം. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. അപ്പൊ സകലവും എങ്ങനെ നടക്കണം? സഭയ്ക്കകത്ത് ഉചിതമായ സമയങ്ങളിൽ ക്രമമായിട്ട് സഭയിൽ നടക്കണം. അന്യഭാഷ പറയാൻ ഒരു സമയം നമ്മൾ വെക്കണം, അന്നേരം അന്യഭാഷ പറയണം. ഹല്ലേലൂയ. ഇനി നമ്മൾ അന്യഭാഷ പറയുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക, ഇതാ പറഞ്ഞത്, അവൻ അനുവാദം കൊടുക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ സഭയിൽ എല്ലാം ക്രമമായി പോയാൽ അന്യഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഹല്ലേലൂയ. ഇതാണ് ഈ വാക്യങ്ങളിലൂടെ പറഞ്ഞത്. താങ്ക് യു ജീസസ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നല്ലോ. സ്തോത്രം. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും അന്യഭാഷ സംസാരിക്കുന്ന ചില പ്രാധാന്യങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ട് സംസാരിക്കരുതെന്ന് പറയുന്നു, ഏത് ഭാഷയാണ് അങ്ങനെ പറഞ്ഞുകൂടാത്തതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ വചനങ്ങളൊക്കെ എടുത്ത് ഞാനത് ഷെയർ ചെയ്ത് പറഞ്ഞു തരാനായിട്ട് ഇടയായിത്തീർന്നത്. സ്തോത്രം. ഇനി നമുക്ക് അടുത്ത പ്രാധാന്യങ്ങൾ. നിങ്ങളിപ്പോൾ എത്ര പ്രാധാന്യം, എത്ര ഇമ്പോർട്ടൻസ് ആണ് എഴുതിയത് ഇതുവരെ? എത്ര എണ്ണമായി? 19 എണ്ണം എഴുതി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ബ്രദർ വായിക്കാമോ? ചാർലി ബ്രദർ ആദ്യം തൊട്ട് വായിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രയോജനപ്പെടും. അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നു, അത് പിശാചിനെ അറിയുവാനും തടയുവാനും കഴിയില്ല. പ്രാർത്ഥനയുടെ മറുപടി പിശാചിന് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ദാനിയേലിന്റെ ടൈമില് അന്യഭാഷ ഇല്ല, പക്ഷെ അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവവുമായി നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു അന്യഭാഷ. രണ്ടാമത്തെ, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു. എപ്പോഴും ദൈവവുമായി കണക്ട് ചെയ്യാൻ ഈ അന്യഭാഷയ്ക്ക് കഴിയും. ദൈവസാന്നിധ്യം അനുഭവിക്കാം, ആശ്രയം നമ്മളെ വർദ്ധിപ്പിക്കും, സ്നേഹബന്ധം വർദ്ധിപ്പിക്കും. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അകത്തെ മനുഷ്യന് ബലപ്പെടുന്നു, അതുപോലെ ആത്മശക്തി ഉണ്ടാകുന്നു, ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായി നമ്മൾ മാറുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ട് ഉള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. കണ്ണ് കാണാത്തത്, ചെവിയിൽ കേൾക്കാത്തത് ദൈവം ഒരുക്കിയതൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ്, അന്യഭാഷ തീനാവിലുള്ള ഭാഷയാണ്. ഇരുട്ടിന്റെ മണ്ഡലം സാത്താന്യ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. വാർഫെയർ ടൈംസ് പിശാചിനെ അറിയത്തില്ല. പിശാചിന്റെ മണ്ഡലത്തെ തകർക്കാൻ, പിശാചിന്റെ ലോകത്തിന് കൺഫ്യൂഷൻ കൊണ്ടുവരാൻ അന്യഭാഷയ്ക്ക് കഴിയും.
വിടുതൽ വരാത്ത കാര്യങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം വേഗത്തിൽ വിടുതൽ ഉണ്ടാകും. ജഡത്തെ ജയിക്കാൻ അന്യഭാഷയിലുള്ള പ്രാർത്ഥന സഹായിക്കും. ആത്മാവിനനുസരിച്ച് നടക്കാൻ കഴിയുന്നു. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരവിപ്പിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു. നമ്മുടെ ആത്മമനുഷ്യൻ എപ്പോഴും ജീവൻ ഉള്ളതാക്കുവാൻ അന്യഭാഷ സഹായിക്കും. ഒരിക്കലും ഡെഡ് സ്റ്റേജിലേക്ക് പോകുകയില്ല. ഇന്നർ മാനെ സജീവമാക്കാൻ സഹായിക്കുന്നു. പിശാചിന്റെ ടെറിട്ടറിയിൽ തീ കത്തിച്ച് അവന്റെ പദ്ധതിയെ സകലത്തെയും തകർക്കാനും ഈ അന്യഭാഷ സഹായിക്കും. ഏത് നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാം. നെക്സ്റ്റ്, വളരെ വേഗം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു. നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. ബുദ്ധിയെ അഫലമാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. തെറ്റായ ഒന്നും നമ്മുടെ നാവിൽ നിന്ന് വരത്തില്ല. നാവിന്റെ കൺട്രോൾ ഹോളി സ്പിരിറ്റിന് കൊടുക്കുമ്പോൾ നാവ് ശുദ്ധിയുള്ളതാകും, ഇന്ദ്രിയജയം ഉണ്ടാകും. നെക്സ്റ്റ് ഇന്ന് പറഞ്ഞതാണ്, ദൈവത്തിന്റെ ജ്ഞാനം മർമ്മമായി ആണ് പ്രസ്താവിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് തന്റെ ആത്മാവിനാൽ ഒരുക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി ദൈവം നമ്മളെ ഈ അന്യഭാഷയിലൂടെ അറിയിക്കുന്നു. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയാൻ ഇത് സഹായിക്കുന്നു. ദൈവത്തിലുള്ളത് ദൈവാത്മാവ് നമ്മളിൽ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഉപദേശം നമുക്ക് ലഭിക്കുന്നു. സകലത്തെയും വിവേചിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. സകലവും ആത്മീയ വർധനായി തീരണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഹല്ലേലൂയ. അന്യഭാഷയെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾ. ഹല്ലേലൂയ. കേൾക്കുന്നില്ല. ഓക്കെ ആയോ? അന്യഭാഷയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ മാറിയോ? പറയരുത്. മാറിയോ സാജു ബ്രദർ? മാറി. കുറച്ച് പേരിത് പറയരുത്, കുറച്ച് പേര് പറയണം. ഇനി കുറച്ച് പേരുടെ സംശയമാണ് പിന്നെ ഫാൾസ് ടങ്സിനെ പറ്റിയുള്ള സംശയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ? ഫാൾസ് ടങ്സ് എങ്ങനെ ഉണ്ടാകുന്നു? ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫാൾസ് ടങ്സ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈവിൾ സ്പിരിറ്റിനാൽ ഒരു വ്യക്തി, ആരുടെയോ മൈക്ക് ഓണായിരിക്കുന്നുണ്ട്, മ്യൂട്ടിലിടാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈവിൾ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഈവിൾ സ്പിരിച്വൽ റെലം ഒരു വ്യക്തിയുമായി കണക്റ്റ് ആകുമ്പോഴാണ് ദുരാത്മാക്കളിൽ നിന്ന് അന്യഭാഷകൾ ഉണ്ടാകുന്നത്. അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് പോസിബിളാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഡിസേൺ ചെയ്യാനായി കഴിയും. നമ്മുടെ ടങ്സ് പരിശുദ്ധാത്മാവിൽ നിന്നാണോ അല്ലയോ, അത് കഴിയും. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഈവിൾ റലവുമായി ബന്ധം വരുമോ? നമ്മുടെ ആത്മാവാണ് പുതുതായിട്ട് ജനിക്കുന്നത്. നമുക്കറിയാമല്ലോ, സോളിന്, പല വ്യക്തികളുടെ സോളിൽ ചിലപ്പോൾ പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടാവാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ പറയുന്ന ടങ്സിൽ പിശാചിൻ്റെ വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്കത് എങ്ങനെ റിയലൈസ് ചെയ്യാൻ സാധിക്കും? അതുകൂടെ ഞാൻ ഒന്ന് പറയുക. നമ്മൾ ടങ്സ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ, കാരണം ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നതാണ്, നമ്മൾ ആത്മാവിൽ വളരുന്നില്ല. 1 വർഷമായി ടങ്സ് സംസാരിക്കുന്നു, 2 വർഷം സംസാരിക്കുന്നു, 3 വർഷം സംസാരിക്കുന്നു, 4 വർഷം, 5 വർഷം, 6 വർഷം, 10 വർഷമായിട്ടും ഞാൻ ദൈവത്തിന് വേണ്ടി ഇതുവരെ ഉപകാരപ്പെടാനായിട്ട് തുടങ്ങിയിട്ടില്ല. എൻ്റെ ഒരു മേഖലകളിൽ ഒരു വിടുതൽ ഞാൻ കാണുന്നില്ല. മുഴുവനും ശൂന്യമാണ്. മനസ്സിന് ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. വല്ലാത്ത ശൂന്യത നേരിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ ടങ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഹല്ലേലൂയ. കാരണം വ്യാഖ്യാനം ഇല്ലെങ്കിൽ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടങ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആത്മാവിൽ വളരുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പ് കൂടാതെ കഴിയുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഹല്ലേലൂയ. ആത്മീകമായ ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ നിന്നാണ് നിങ്ങൾ ടങ്സ് പ്രാപിക്കുന്നതെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് അബ്ബാ പിതാവേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിലും ഒരിക്കലും ഒരു ദുരാത്മാവ് നിങ്ങളെ ബാധിക്കില്ല. നിശ്ചയം ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന അപ്പനുണ്ടോ? ഇല്ലല്ലോ.
നമ്മൾ പരിശുദ്ധാത്മാവ് തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദുരാത്മാവ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം തരുമോ? ഒരിക്കലും ഇല്ല. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച പിശാചിൻ്റെ ആത്മാവാണ് വരുന്നതെന്ന്. ദൈവത്തോട് നമ്മൾ ചോദിക്കുവാണ്, അപ്പാ പരിശുദ്ധാത്മാവിനെ തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദുരാത്മാവിനെ തരുന്നു. അങ്ങനെ തരുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഹല്ലേലൂയ. എന്നാൽ ചില വ്യക്തികൾക്ക് ഡെലിവറൻസ് ആവശ്യമുള്ള ചില വ്യക്തികളുണ്ട്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ശാപങ്ങൾ, അവർ ചെയ്ത പാപങ്ങൾ ഒക്കെ മുഖേന പിശാചിന് അവരുടെ ജീവിതത്തിൽ അവകാശം കിട്ടും. പിശാച് അവരുടെ ദേഹി മണ്ഡലത്തിൽ കയറി വസിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളവരുടെ ടങ്സിനകത്താണ് എന്ത് ചെയ്യുന്നത്? ഈ മിക്സിങ് വരുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം ചില സമയത്തൊക്കെ പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവർ ടങ്സ് ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതോടെ ആ വ്യക്തിയുടെ ടങ്സ് പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലൊരു സഹോദരനെ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട്. ആ സമയത്ത് അദ്ദേഹം ടങ്സ് പറയുന്നുണ്ട്. എനിക്ക് ആ ടങ്സ് കേട്ടിട്ട് എൻ്റെ ആത്മാവ് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്നു. എനിക്ക് അന്നേരം മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല സിസ്റ്റർ. എത്രയോ കാലമായി ഞാൻ അധ്വാനിക്കുന്നു, എനിക്കൊരു നന്മയും കാണാനായി കഴിയുന്നില്ല. 2, ഞാൻ പാമ്പിനെ സ്വപ്നം കാണുന്നു. 3, എൻ്റെ ശരീരത്തിലൂടെ എപ്പോഴോ എന്തോ ഒക്കെ ഓടി നടക്കുന്നു. എൻ്റെ കാല് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു വ്യക്തി അന്യഭാഷ പറയുവാണ്. പക്ഷേ അന്യഭാഷയ്ക്ക് അകത്ത് പ്രശ്നം വരാം. കാരണം എന്താ? ഇവൻ പൂർണ്ണമായും ഡെലിവറൻസിലേക്ക് വന്നിട്ടില്ല, പിശാചിൻ്റെ പിടിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ പറയുന്ന ടങ്സിനെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ വ്യക്തി പിറ്റേ ദിവസം അത് ടങ്സ് പറഞ്ഞ സമയത്ത് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു. ഞാനിത് കേട്ടപ്പോൾ എന്തോ ഒരു സുഖം തോന്നിയില്ല അകത്ത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് വീണ്ടും കേട്ടു. പിന്നെയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്തോ പ്രശ്നമുണ്ട് ഇതിനകത്ത്, എൻ്റെ ആത്മാവിനകത്ത് എന്തോ കുത്തുന്ന പോലെ തോന്നുന്നു, അതുകൊണ്ട് കർത്താവ് വെളിപ്പെടുത്തണം. ഇങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് ഇടയ്ക്ക് കയറി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതിനകത്ത് ആ വാക്ക് മാത്രം എനിക്ക് മനസ്സിലായി, വേറെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു വാക്ക് എനിക്ക് മനസ്സിലായി. അതിനകത്ത് പറയുവാണ്, ഞാനാണ് മരണം, ഞാനാണ് മരണം. ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് കയറി വരുക. മനസ്സിലാവുന്നുണ്ടോ? ടങ്സിനകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ മരണമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ ഞാനാണ് മരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ടങ്സിനകത്ത് കുഴപ്പമുണ്ട്, നിങ്ങൾ എവിടെ നിന്ന് അഭിഷേകം പ്രാപിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സഭയും കുറ്റം പറയുന്നതല്ല, ഞാൻ ആ സാക്ഷി അതുപോലെ അങ്ങ് പറയുവാണേ. ഞാൻ ഈ കത്തോലിക്ക ചർച്ചിനകത്ത് ധ്യാനം കൂടുമ്പോഴേ അഭിഷേകം പ്രാപിച്ചതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എവിടെയാണ്? കത്തോലിക്ക ചർച്ചിൽ ധ്യാനം കൂടുമ്പോൾ അദ്ദേഹം അഭിഷേകം പ്രാപിച്ചതാണ്. അവിടെ അഭിഷേകം പ്രാപിക്കുന്ന, നല്ല രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന ഒത്തിരി സ്ഥലമുണ്ട്. പക്ഷേ ഇദ്ദേഹം എവിടെയായിരുന്നു പ്രാപിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ തെറ്റായ ടങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ചിലപ്പോൾ ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചത് നല്ല അഭിഷേകമായിരിക്കും, ചിലപ്പോൾ ഈ വാക്കുകൾ പിശാച് തിരികെ കയറ്റുന്നതായിരിക്കും. എങ്ങനെയോ ഇത് സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആ അഭിഷേകത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് അദ്ദേഹത്തിലൂടെ മിക്സ് ചെയ്ത് അവൻ്റെ അന്യഭാഷയും കൂടെ കയറ്റി വിടുന്നതായിരിക്കും. ഇതിന് രണ്ടിനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തരാനായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൂതന്മാർക്ക് ഭാഷയുണ്ട് എന്ന് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീണുപോയ ദൂതന്മാരാണ് ആര്? പിശാച്, അല്ലേ? അപ്പം അവനും ഭാഷയില്ലേ? ഉണ്ട്, അവനും പറയാൻ സാധിക്കും. പക്ഷെ അവൻ പറയുന്നത് മുഴുവൻ കഴ്സസ് ആയിരിക്കും, ശാപം, നെഗറ്റീവ്സ്, ശാപങ്ങൾ. ഇതാണ് നിങ്ങളുടെ വായിലൂടെ റിലീസ് ചെയ്തവൻ വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആരുടെ അല്ല ഞാൻ പറഞ്ഞത്. ഈവിൾ സ്പിരിറ്റ് പൊസസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഒരു പക്ഷെ അവൻ അങ്ങനെ മിക്സ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തെറ്റായ ഒരു അഭിഷേകമാണ് നമ്മൾ പ്രാപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ ടങ്സ് വരാനായിട്ടിടയുണ്ട്. ഇനി വേറൊരു അനുഭവം പറയാം. ഒരിക്കൽ ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്തുന്ന, ഒരു സെൽ മീറ്റിംഗ് പോലെ, ലേഡീസ് പ്രെയർ സെല്ല് പോലെ നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി എന്നെ വിളിച്ച് പുള്ളിക്കാരിക്ക് സംശയം, സിസ്റ്ററെ എനിക്ക് എന്തോ ഒത്തിരി പ്രശ്നമുണ്ട്, എനിക്കൊരു ഡെലിവറൻസ് വേണമെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ടുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അലട്ടുന്നുണ്ട്,
അതും ഈ ടങ്സിനെ റെക്കോർഡ് ചെയ്തിട്ട സമയത്ത് അതിനകത്തും പ്രശ്നം ഞാൻ കണ്ടു. അന്നേരം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് അഭിഷേകം പ്രാപിച്ചത്? അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ കൂട്ടായ്മ നടത്തുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കൂട്ടായ്മയും കുറ്റപ്പെടുത്താനല്ല, ഇത് തെറ്റാണെന്നും ശരിയാണെന്നും പറയാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഒരേ അന്യഭാഷയാണ് സംസാരിക്കുന്നതെന്ന് ആ സഹോദരി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചില വേർഡ്സുകൾ ചിലപ്പോൾ വരാം, പക്ഷെ ഒരേപോലെ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ പ്രെയർ ഗ്രൂപ്പ് ലീഡർ പറയുന്നത്, ഞാൻ പറയുന്ന അന്യഭാഷ നിങ്ങൾക്ക് ഒരു കാലത്ത് നോക്കിയാൽ പറ്റില്ല. ചിലപ്പോൾ 1-2 വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, കാരണം ഒരേ റലത്തിലൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ വാക്കുകൾ വരാം. കാരണം ഒരേ ഏഞ്ചൽസിനെ ദൈവം റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരേ കമാൻഡുകളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വരാം. പക്ഷേ മുഴുവനും ഒരിക്കലും അതുപോലെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങൾ പറയുന്ന അന്യഭാഷയ്ക്കകത്ത് കുഴപ്പമുണ്ട്. നിങ്ങൾ ദയവായി ആ പ്രെയർ ഗ്രൂപ്പ് വിട്ട് സെപ്പറേറ്റ് ആയിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ആ പ്രെയർ ഗ്രൂപ്പ് ഒന്ന് വിടുക എന്ന് പറയും. പിന്നെ ആ സഹോദരിനെ വിളിച്ചിട്ടില്ല, വിട്ടോ എന്താണെന്ന് അറിയില്ല. ചിലർക്ക് നമ്മളിങ്ങനെ പറയുമ്പോഴേ ഇഷ്ടപ്പെടില്ല, അവരുടെ ആ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തി അങ്ങനെയൊക്കെ തോന്നും സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ടൊക്കെ പലപ്പോഴും പേടിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഒരു സഹോദരിയിൽ അല്ലെങ്കിൽ സഹോദരനിൽ ഒരു ഈവിൾ സ്പിരിറ്റ് പൊസസ് ചെയ്തിരുന്നാൽ അവരുടെ ആ പ്രെയർ ഗ്രൂപ്പ് മൊത്തം അതിനെ കൊണ്ടുവരാനായിട്ട് പിശാചിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ പഠിക്കുന്നതാണ്, അല്ലാതെ ബൈബിളിൽ ഇത് എവിടെയെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഒരു ഈവിൾ സ്പിരിറ്റ് പൊസസ് ചെയ്ത ആളുടെ കൂടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും അതുപോലെ നിറയുവാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഇനി ഒരു വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തി, മന്ത്രവാദം പറയുന്ന ആളുടെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ടെന്നിരിക്കട്ടെ, അവരുടെ ഉള്ളിലെല്ലാം സെയിം ഈവിൾ ഫോഴ്സ് അല്ലേ പോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. അപ്പോൾ നമുക്ക് ഈ നാളുകളിൽ ഡിസേണിങ് എബിലിറ്റി വേണം. നമുക്കത് വിവേചിക്കാനായി കഴിയണം. നമ്മുടെ തന്നെ അന്യഭാഷ നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ശുദ്ധീകരണം ആവശ്യപ്പെടാം. കർത്താവേ, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അങ്ങയുടെ തീയിൽ ശുദ്ധീകരിക്കണം. പിശാചിന് ഒരു അവകാശവും പാടില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഒരു വാക്കുപോലും അവൻ കൊണ്ടകത്തിടാൻ പാടില്ല. ഞാൻ പറയുന്ന ഓരോ വാക്കും ദൈവത്തിൻ്റെ തീയാൽ നിറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പറയണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. ദൈവിക തീയാൽ അത് നിറയട്ടെ പറയണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനകത്തും ദൈവത്തിൻ്റെ തീയാൽ നിറയുന്നെങ്കിൽ അവൻ പിന്നെ എവിടെ ഹോളിട്ട് അതിനകത്ത് അവൻ്റെ വാക്ക് കൊണ്ട് വെക്കും? ഒന്നിനും അവന് പറ്റില്ല. അവൻ എന്തേലും ശ്രമിച്ചാൽ തന്നെ തീ ഇറങ്ങും അതിനകത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലെ നമ്മൾ സംസാരിക്കുക. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. വിശ്വാസത്തിൽ നിങ്ങൾ വളരുന്നില്ല. നിങ്ങളുടെ ജീവിതം മാറുന്നില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായും. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ, ഞാൻ അന്യഭാഷ സംസാരിച്ച് തുടങ്ങി ദിവസങ്ങൾക്കകം പെട്ടെന്നായിരുന്നു ഷിഫ്റ്റുകൾ ആത്മമണ്ഡലത്തിൽ എനിക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, പെട്ടെന്ന് ശുശ്രൂഷയിലേക്ക് ദൈവം വിളിച്ചിറക്കുന്നു, പെട്ടെന്ന് ശുശ്രൂഷ മണ്ഡലങ്ങൾ ഓപ്പൺ ആകുന്നു, പെട്ടെന്ന് കാര്യങ്ങളുടെ തീരുമാനങ്ങളാകുന്നു, പല കാര്യങ്ങളും പ്രാർത്ഥിക്കാതെ തന്നെ മറുപടികൾ വരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ നമ്മുടെ ആ ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് ഇനി സമയമുണ്ടോയെന്ന് അറിയില്ല, 9 മണിയായി. ഹല്ലേലൂയ. അപ്പോൾ കാര്യങ്ങൾ പറയാതിരുന്നാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇരിക്കാൻ താല്പര്യമുള്ളവരിരുന്നാൽ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയാം. എന്തായാലും 60 പേരുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അറിയത്തില്ല, പല രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെ ഇരുന്ന് കേൾക്കുന്നത്. ശുഭാ സിസ്റ്ററിന് ഡ്യൂട്ടി ഉണ്ടോ ഇന്ന്? ഇല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ആദ്യമായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ആ വ്യാഖ്യാനവരം ലഭിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എൻ്റെ ആത്മാവ് ജീവിക്കപ്പെട്ടപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത് ആത്മാവാദ്യം. എൻ്റെ ആത്മാവാണ് ആദ്യം എന്ത് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ചലിക്കാനായി തുടങ്ങും. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് സംസാരിക്കാനായി തുടങ്ങും. നിങ്ങളിപ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു ജീവിതം അല്ലേ? ഓക്കെ. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിങ്ങളെ ചന്ദ്രനിൽ കൊണ്ടുപോകണമെന്ന് വയ്ക്കുക. ഓക്കെ. നിങ്ങളിപ്പോൾ ചന്ദ്രനിൽ ഇവിടെ നിന്ന് നിങ്ങളെ കണ്ണടയുവാണ്. ചന്ദ്രനിൽ പോയി നിങ്ങൾ കണ്ണ് തുറക്കാം. ചന്ദ്രനിൽ പോയി നിങ്ങൾ കണ്ണ് തുറക്കുന്ന സമയത്ത്
നിങ്ങളുടെ അടുത്തൊരു ജീവി നിൽക്കുവാണ്. ഓക്കെ, ആരെങ്കിലും ആവട്ടെ, ചന്ദ്രനിൽ വസിക്കുന്ന ഒരാളാണ്, ഞാനൊന്ന് പറയാൻ എക്സാമ്പിൾ പറയാനാണ്. അന്നേരം നിങ്ങൾ ആദ്യമായിട്ട് അവിടെ കണ്ണ് തുറക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് കണ്ണ് തുറക്കുമ്പോൾ അടുത്തൊരാളുണ്ടല്ലേ, അയാൾ നിങ്ങളെ തട്ടി, നിങ്ങൾ ഡെഡ് ബോഡി പോലെ കിടന്നിരുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭൂമിയിലല്ല, എവിടെയാണ്? ചന്ദ്രനിലാണ്. അപ്പോൾ ഡെഡ് ബോഡി പോലെ നിങ്ങൾ കിടന്നപ്പോൾ തട്ടി, നിങ്ങൾ കണ്ണ് തുറന്നപ്പോൾ ഒരിക്കലും കാണാത്തൊരു ലോകത്ത് എവിടെയോ ആണ് നിങ്ങളെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ആരാ? ചോദിക്കത്തില്ലേ? ഞാൻ എവിടെ? എന്താ? അല്ലേ? ശരിയാണോ അല്ലേ? ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഡെഡ് സ്റ്റേറ്റിലായിരിക്കുവാണ്. അന്നേരമാണ് ആര് വരുന്നത്? നമ്മുടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വരുക, വന്നിട്ട് ആത്മാവിന് ജീവൻ കൊടുത്തല്ലേ. നിങ്ങളുടെ ആത്മാവ് അങ്ങോട്ട് കണ്ണു തുറക്കുമ്പോൾ അവൻ അറിയില്ല ആരാ ഞാൻ. അറിയാമോ അവന്? അറിയാമോ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാനായിട്ടുള്ള സാധ്യതയില്ല, എനിക്കും അതെ. കാരണം എന്താണ്? അകത്തിരുട്ടല്ലേ, എന്തറിയാനായിട്ടാണ് അല്ലേ? നമ്മൾ ഒന്നും അറിയാനായിട്ട് സാധ്യതയില്ല. നമ്മുടെ ഉള്ളിൽ വെളിച്ചം വന്നാലേ ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ നമുക്ക്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇതാണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മളെ തട്ടി വിളിച്ച് ജീവിപ്പിക്കും. ഡെഡായിരുന്നവനാ ജീവിപ്പിച്ചു. അപ്പോൾ നമുക്ക് ജീവൻ വന്നു. ജീവൻ വന്ന സമയത്ത് നമ്മൾ ഈ അടുത്ത് നിൽക്കുന്ന ആളിനോട് ചോദിക്കുക, ആരാ? അല്ലേ? എന്നെ തട്ടി വിളിച്ച ആളെ, എനിക്ക് ജീവൻ തന്ന ആൾ ആരാ? അതല്ലേ ആത്മാവിൻ്റെ ആദ്യത്തെ ചോദ്യം അല്ലേ? അപ്പോൾ എൻ്റെ ആത്മാവിന് ജീവൻ വെച്ച സമയത്ത് ആത്മാവ് ചോദിച്ച കാര്യം ആരാ, എന്താ പേര്? ആരോട് ചോദിക്കുക? പരിശുദ്ധാത്മാവിനോടുള്ള ചോദ്യം. അപ്പം അന്നേരം എൻ്റെ ആത്മാവിന് അറിയത്തില്ല ആരാ എന്താ, കാരണം ഇവൻ ഇത്രയും നേരം ചത്തുപോലെ കിടക്കുമായിരുന്നല്ലോ. ഇപ്പം ചോദ്യം വന്നു, ആരാ? ഉത്തരം അവിടെ നിന്ന് വന്നു, ഞാൻ പരിശുദ്ധാത്മാവാണ്. മലയാളത്തിലല്ല, അതാ വ്യാഖ്യാനം കിട്ടിയത്. ഞാൻ പരിശുദ്ധാത്മാവാണ്, നീ എൻ്റെ പുത്രനാണ്. പുത്ര, ഞാൻ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച്, കർത്താവേ, പുത്രനോ? അപ്പോൾ നമ്മളെല്ലാം സാധാരണ അല്ലേ, നമ്മൾ രണ്ട് രീതിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയാറുണ്ടല്ലേ ഭൂമിയിൽ. അപ്പോൾ ഫീമെയിൽസിനെ അല്ലേ നമ്മൾ എന്താ വിളിക്കുന്നത്? സഹോദരിമാർ അല്ലേ, മോളെ, മോനെ, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ മക്കളെയും തരംതിരിച്ച് വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ പുത്ര എന്നാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് വലിയ അതിശയമായിരുന്നു. പുത്ര എന്നെന്താ വിളിക്കുന്നത്? പുത്രി എന്ന് വിളിച്ചാൽ പോരെ അല്ലേ? പുത്രി എന്നല്ലേ വിളിക്കേണ്ടത്? എന്താ പരിശുദ്ധാത്മാവ് പുത്ര, ഞാൻ പരിശുദ്ധാത്മാവാണെന്ന് പറയേണ്ട കാര്യം എന്താ? എന്നെ ഒരുപാട് അത് ചിന്തിപ്പിച്ചു. സുഭാ സിസ്റ്റർ എന്താ പറയുന്നത്? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ സിസ്റ്ററെ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ, ശരി. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് സ്ത്രീയോ പുരുഷനോ അല്ല, അതാ. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ് പറയുന്നത് അല്ലേ? പുത്രിയുടെ ആത്മാവല്ല. എന്താണ്? പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് അല്ലേ? മണവാട്ടി സഭ എന്നാ പറയുന്നത്. അതിൽ സ്ത്രീയും പുരുഷനും ഇല്ലേ? ആണോ? എങ്ങനെയാ പുരുഷൻ മണവാട്ടിയാവുന്നത്? അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അല്ലേ? അപ്പോൾ കർത്താവ് നമ്മളെ എല്ലാം പുത്രന്മാരായിട്ടാണ് കാണുന്നത്. പുത്രത്വത്തിൻ്റെ ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസം അതിനകത്ത് വരുന്നില്ല. അപ്പോൾ കർത്താവ് എന്നെ മകനായി കാണുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്നെ തന്നെ അങ്ങനെ കാണാനായിട്ട് ഞാൻ കുറേ ദിവസം എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ ദാസി, ഇങ്ങനെ അറിയാതെ പറയും, പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ദാസൻ എന്നുള്ള ഒരു ഇതിലോട്ടൊന്നും എനിക്ക് കയറി വരാനായിട്ട് വലിയ പാടാണ്. കാരണം നമ്മൾ പുറമേയുള്ള അപ്പിയറൻസ് ആണല്ലോ നോക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആഗോവാണ് നോക്കുന്നത്. പുറമേ നിങ്ങൾക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട്, പുറമേ ഒരു പുരുഷൻ്റെ ശരീരമുണ്ട്. ഇതെല്ലാം ഫോർ മൾട്ടിപ്ലിക്കേഷൻ കർത്താവ് തന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ശരീരം ആവശ്യമാണ്, കർത്താവിൻ്റെ പദ്ധതികൾ ചെയ്യാൻ. പക്ഷേ അകമേ നമ്മൾ ദൈവത്തിൻ്റെ സൺസ് ഓഫ് ഗോഡ് എന്ന വചനത്തിൽ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാൻ, സൺസ് ഓഫ് ഗോഡ് ആവാൻ അവൻ അവകാശം കൊടുത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതാണ് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം.
അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവാണെന്ന് പറയും. ഒരിക്കലും പൈശാചികമായ ഒരു ആത്മാവ് വന്നിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പിശാചിന് യേശുവിൻ്റെ നാമം പറയാൻ പോലും പേടിയ, അവൻ പറയത്തില്ല. പൈശാചിക ശക്തികൾ ഡെലിവറൻസിൻ്റെ സമയത്ത് വെളിപ്പെടുമ്പോൾ നീ ആരാധിക്കുന്ന ദൈവം ഇങ്ങനെ പറയും, പേര് പറയും. നീ ആരാധിക്കുന്ന ദൈവം ഇങ്ങനെ പറയും അവർ, അല്ലെങ്കിൽ നിന്റെ മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയും, വല്യവനാ ഇങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷേ ജീസസ് എന്ന് അവർ പറയില്ല. ഹല്ലേലൂയ. യേശു എന്ന് പറയില്ല. അത് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ തീർന്നവൻ്റെ സാമ്രാജ്യം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, എന്താണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ പദവി എന്ന് പറയുന്നത്. സോ അന്ന് ആ മനസ്സിലായ ആ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഞാൻ അനുഭവിച്ച ദിവസമായിരുന്നു. ഹല്ലേലൂയ. അന്യഭാഷ ഒത്തിരി നാളായി പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായിരുന്നില്ല. അന്ന് ഞാനും ദൈവവുമായിട്ട് സംസാരിച്ച ആ ഒരു പ്രത്യേക ലാംഗ്വേജ് എന്താണെന്ന് അന്ന് മുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതലാണ് എൻ്റെ ആത്മജീവിതം മാറിയത്. പിന്നെ ഞാൻ അതുവരെ എന്നെ തകർത്ത പിശാചിനെ ഞാൻ തകർക്കാനായി തിരിച്ചിറങ്ങിയ ദിവസം അത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, ഒരിക്കലും മടുക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ, അടുത്ത നിമിഷം ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഓരോ നിമിഷവും പറയുമ്പോഴും നിങ്ങൾ കാത്തിരിക്കുക. കർത്താവേ, എനിക്കത് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം എന്ന് പറ. ഹല്ലേലൂയ. എന്നോട് അങ്ങ് സംസാരിക്കുന്നത് മനസ്സിലാകാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, സ്തോത്രം. നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? ആ ഒരു പ്രാധാന്യം മുഴുവനായിട്ടും പറയാനായിട്ട് പറ്റിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം ഒത്തിരി ആയതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അടുത്ത എപ്പിസോഡിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ, അന്യഭാഷയെക്കുറിച്ച്. നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ ഇന്നത്തെ എപ്പിസോഡിലൂടെ? സ്തോത്രം. ദൈവം അതിനെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്യഭാഷയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത എല്ലാവർക്കും തന്നെ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് അവരെ ആത്മാവിൽ വളരാനായിട്ട് സഹായിക്കുക. ഇത് അന്യം നിൽക്കുന്ന ഒന്നായി പോകരുത്. എല്ലാ സഭയിലും ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. സ്തോത്രം. വ്യാഖ്യാന വരത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. അനേകർക്ക് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നവരായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ദൈവം അതിനാഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. വ്യാഖ്യാന വരത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ വ്യാഖ്യാനിക്കാൻ അന്യഭാഷ ഇല്ലാത്തവർക്ക് അന്യഭാഷ കിട്ടുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. സമയം ഒത്തിരി കഴിഞ്ഞിട്ടും കർത്താവേ, ഈ മീറ്റിങ്ങിൻ്റെ അവസാനം വരെ ഇരുന്ന് ശ്രദ്ധയോടെ അപ്പൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ടപ്പ ആത്മാവിൽ വളരാനായിട്ട്. പല സാഹചര്യങ്ങൾ അവർക്ക് പ്രതികൂലമാണ്, പല സ്ട്രഗിളുകൾ അവരുടെ മുന്നിലുണ്ട്. എങ്കിലും കർത്താവെ, അങ്ങേക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ലല്ലോ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ തിരഞ്ഞെടുപ്പും വിളിയും ഈ നാളുകളിൽ പുറത്തേക്ക് വരട്ടെ. അന്യഭാഷ അഭിഷേകമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്യഭാഷയാൽ പ്രിയ മക്കളെ എൻ്റെ ദൈവം നിറയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും നിറച്ചാട്ടെ. ഓരോരോ മക്കളെയും കർത്താവെ അഭിഷേകം ചെയ്യണം. വ്യാഖ്യാനപരമില്ലാതെ വ്യാഖ്യാനപരത്തിനായി ആരെല്ലാം ഇപ്പോൾ ആഗ്രഹിക്കുന്നു, പ്രിയ മക്കൾക്കായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇപ്പോൾ ആ ദാഹത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് കാണുന്നുവല്ലോ കർത്താവേ. അവർ പറയുന്ന ടങ്സ് ഇന്നതാണെന്ന് അവരുടെ ഹൃദയത്തിൽ എൻ്റെ ദൈവം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഗിഫ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ കർത്താവേ. കർത്താവിൻ്റെ അത്ഭുത കരം അവരെ ഇപ്പോൾ തൊടുന്നതിനായി നന്ദി പറയുന്നു. വരുന്ന ദിവസങ്ങളിൽ ആത്മീകമായ എൻകൗണ്ടറുകൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇറങ്ങി വരട്ടെ കർത്താവേ. കർത്താവേ, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് ഇതിനകത്തായിരിക്കുന്ന മക്കളുണ്ട്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. തൻ്റെ ജീവിത പങ്കാളി മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഫാമിലി ഒന്നിച്ച് എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവ് അവരുടെ ആവശ്യങ്ങളെ കാണുന്നല്ലോ. സാമ്പത്തികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. അവരുടെ ലൈഫ് പ്രോസ്പർ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സകല ആത്മീക ഭൗതിക സാമ്പത്തിക അനുഗ്രഹങ്ങളാലും
ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ദൈവരാജ്യത്തിന് അവരൊരു മുതൽക്കൂട്ടായി മാറട്ടെ കർത്താവേ. പലരുടെയും ബിസിനസ് മേഖലകൾ തകർന്നവരുണ്ട്. പുതിയൊരു ജോലിക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇതിനകത്ത് മെസ്സേജ് ചെയ്തിരിക്കുന്ന മക്കൾ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. എത്രയും വേഗം അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ദൈവം തുറന്നു കൊടുക്കണം. ഒപ്പം അവർ ആത്മാവിൽ വളരണം കർത്താവേ. അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളാക്കി ദൈവം ഓരോരുത്തരെയും തീർക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ അവർ ബലപ്പെടട്ടെ, ആത്മാവിൽ അവർ ശക്തിപ്പെടട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ സൈന്യമായി ഓരോ വ്യക്തികളും എഴുന്നേൽക്കട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്കകത്തു നിന്ന്, പ്രതിസന്ധികൾക്കകത്തു നിന്ന്, പിശാച് വെച്ചിരിക്കുന്ന അതിരുകൾക്കകത്തു നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരെ പുറത്തേക്ക് എടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, ആത്മശക്തിയാൽ ദൈവം അവരെ നിറച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളെയും ചവിട്ടി തരണം ചെയ്യാൻ ദൈവം സഹായിക്കണം. ഈ ദിവസങ്ങളിൽ അധികം അന്യഭാഷകളിൽ സംസാരിക്കാൻ ആത്മശക്തിയാൽ ഓരോ വ്യക്തിയെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഓരോ വിഷയങ്ങൾക്കകത്ത് ദൈവം മറുപടി അയക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ സ്ട്രഗിളുകളെയും സമഭൂമിയാക്കി മാറ്റുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സമയം വൈകിയെങ്കിലും ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കുമുള്ള നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം നമ്മൾ ഒരുമിച്ച് കാണുന്നവരേക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയും സാന്നിധ്യവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.